മുസാഫിർമാരുണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകുന്നുണ്ട്. കാരണം ഈ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു വശ്യത അങ്ങനെയാണ്. പിന്നെ ഈ കഥാപാത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഥാപാത്രം വേണ്ട, അത് ഞാൻ പറയുന്നില്ല, അത് ഒരു സസ്പെൻസാണ്. കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അത് വായിക്കണം എന്ന് താല്പര്യം തോന്നുന്നില്ല. അപ്പോൾ അത്രയും സസ്പെൻസ് നിർത്തിക്കൊണ്ട്, മുസാഫിറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് മല്ലിക ആ കഥ എഴുതുമ്പോൾ, റാണിയുടെ പുലിക്കുട്ടി എഴുതുമ്പോൾ ശരിക്കും വളരെ ഞാൻ മല്ലികനെ വിളിച്ചു സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, എനിക്ക് വായിച്ചിട്ട് എനിക്ക് മുസാഫിറിനെ ഒന്ന് കണ്ടാൽ കൊള്ളാം, അല്ലെങ്കിൽ മുസാഫിറിനെ എനിക്ക് ഇഷ്ടമായി എന്നൊക്കെ ഞാൻ പറഞ്ഞു. ഉറപ്പാണ്, എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഈ കഥയിലെ കഥാപാത്രങ്ങളെല്ലാം ജീവിച്ചിരിക്കുന്നവരാണ്. ഇതിലെ ആരും മരിച്ചിട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് കുറച്ചു മുമ്പ് ഞാൻ ഇവരുടെ ഒരു സംസാരം കേട്ടായിരുന്നു, ഈ 3 പേരുടെ, ഈ നമ്മുടെ മേഡത്തിന്റെയും മല്ലികയുടെയും. അപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ കത്തിയത്, ഇതിനകത്ത് എല്ലാം തന്നെ ജീവിച്ചിട്ട്. ഞാൻ വിചാരിച്ചു മത്തമയൂരെങ്കിലും ഈ ഭാവന, നമ്മൾ സങ്കല്പമായിരിക്കുന്നു. മത്തമയൂരം പോലും സങ്കല്പമൊന്നുമല്ല. മത്തമയൂരത്തിന്റെ ഉള്ളിലും ജീവിച്ചിരിക്കുന്നവരുണ്ട്, അതിനകത്ത് നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ ദുഃഖത്തിന് കഥാപാത്രങ്ങളായവരുണ്ട്. അപ്പൊ അത്തരത്തില് വളരെ മികച്ചൊരു ഗ്രന്ഥമാണിത്. എല്ലാവരിലേക്കും ഇത് എത്തിക്കണം, എല്ലാവരിലേക്കും ഇത് കൊടുക്കണം. പുതിയ പുതിയ പുസ്തക ചർച്ചകളിലേക്ക് വരുമ്പോൾ മത്തമയൂരത്തെ നിങ്ങൾ എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നും കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.